ഹലോ ഗൈസ്, അപ്പോൾ ഓണമായിട്ട് എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇതാണ് എൻ്റെ വീട്ടിലെ പൂക്കളം. എല്ലാവരും പോലെയും പൈസ കൊടുത്ത് പൂ മേടിച്ചിട്ടല്ല ഇടല്. ഇന്ന് ഓണമായിട്ട് രണ്ട് കൂട്ടുകാരന്മാരെ വീട്ടിൽ വിളിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ കായ്കളൊക്കെ റെഡിയായിക്കൊണ്ടിരിക്കും. അപ്പോൾ അമ്മയ്ക്ക് തേങ്ങ ചെറിയാൻ പറ്റില്ല പറഞ്ഞപ്പോൾ ഞാനാണ് ചെറിയ കൊടുക്കുന്നത്. അടിയത്തെ കളിച്ചതുകൊണ്ട് എല്ലാം നനഞ്ഞു. അപ്പോൾ ഞാനും അനിയനും കൂടെ ഒന്ന് പുഴയിൽ കുളിക്കാൻ പോകും. പുഴയിൽ പോകുമ്പോൾ കലങ്ങിയ വെള്ളം. അപ്പോൾ അവിടെ കുളിക്കാൻ പറ്റും. നേരെ വീട്ടിൽ വന്ന് കുളിച്ചു. അത് കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ഇട്ട് ഞങ്ങൾ കണ്ണടയൊക്കെ നോക്കി ഞങ്ങൾ തന്നെ സൂപ്പറായിട്ട് വേണ്ടിട്ട് ഞങ്ങൾ പറഞ്ഞിരിക്കും. അങ്ങനെ ഒരു പെർഫ്യൂം അടിച്ചു. എവിടേക്കാ പോകണം അറിയാം, അമ്പലത്തിലേക്കാണ് പോകുന്നത്. പക്ഷെ വെറുതെ പെർഫ്യൂം അടിച്ചിട്ടാണ് പോകുന്നത്. പിന്നെ നേരെ വണ്ടി എടുത്ത് ഒരൊറ്റ വിടല് അമ്പലത്തിലേക്ക്. മഴയായതുകൊണ്ട് ടയറൊക്കെ ഭയങ്കര സ്കിപ്പ്. അങ്ങനെ അമ്പലം എത്തി. ഇതാണ് ഞങ്ങളുടെ അമ്പലം. അമ്പലത്തിൽ വീടില്ലാത്തവർക്കൊക്കെ അങ്ങനെ വീട് വെച്ച് കഴിഞ്ഞാൽ വീട് കിട്ടും. അങ്ങനെ അവിടെ ഒരു കുരങ്ങനെ കണ്ടു. എൻ്റെ മനസ്സിൽ പ്രാർത്ഥന, എനിക്ക് അടുത്ത വർഷം ആകുമ്പോഴേക്കും ഒരു BMW വാങ്ങാൻ പറ്റുന്നതാണ് എൻ്റെ മനസ്സിൽ ചെറിയൊരു ആഗ്രഹമാണ്. നടത്തിരോന്ന് അറിയില്ല. പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കുറച്ച് നേരം ആൽത്തറയിലൊക്കെ ഇരുന്ന് നല്ല കാറ്റൊക്കെ ശ്വസിച്ച് ഊഞ്ഞാലൊക്കെ ആടി. അതിനുശേഷം ഞാൻ രണ്ട് പഴം പിടിച്ചിട്ടു. അവിടെ കാണുന്ന കുരങ്ങനെ കൊടുക്കുക. എനിക്ക് തോന്നി കഴിച്ചിട്ട് കുറേ ദിവസമായി തോന്നുന്നു. അതും കഴിഞ്ഞ് നേരെ വണ്ടി എടുത്ത് ഞാൻ പോവുകയാണ്. അപ്പോഴും നല്ല വിശപ്പുണ്ട്. വിശപ്പുണ്ടാകുമ്പോൾ ഞാനും അനിയനുണ്ടല്ലോ, അവൻ പറഞ്ഞ ദോശയ്ക്ക് പോകുന്നു. അപ്പോൾ നേരെ അയ്യപ്പേട്ടൻ്റെ കടയ്ക്ക് വിട്ടു. അവിടെ ആകുമ്പോൾ വിലക്കുറവിൽ ദോശ കിട്ടും. അതും കഴിഞ്ഞ് ഞാൻ നേരെ ഉള്ളിലേക്ക് പോയിട്ട് അവിടെ ഏകദേശം ഒരു 50-60 പേർക്ക് ഇരുന്ന് കഴിക്കാൻ പറ്റും. രാവിലെ തന്നെ പൊറോട്ടയും ദോശയും ആപ്പവും എല്ലാം ഉണ്ട്. ആ ചേച്ചിൻ്റെ അടുത്ത് ഒരു ഹായ് കാണിക്കാൻ പറഞ്ഞപ്പോൾ ചേച്ചി ഹായ് കാണിച്ചു. പിന്നെ അവിടെ കുറേ ഫോട്ടോ വെച്ചിട്ടുണ്ട്, വിനീത് ശ്രീനിവാസൻ്റെയും പ്രണവ് മോഹൻലാലിൻ്റെയും. ഞങ്ങൾ ഓർഡർ ചെയ്ത് ദോശയാണ് കേട്ടോ. ഞാൻ വിചാരിച്ചു ഇത് റോസ്റ്റ് ആണെന്ന്. ചേച്ചി ഞങ്ങൾ റോസ്റ്റിലാണ് ഓർഡർ ചെയ്ത് ദോശയാണ് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഇത് ദോശയാണ് പറഞ്ഞു. വെറും 10 രൂപയിലോട്ടോ. ഈ കാലത്ത് എവിടെയും 10 രൂപ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അയ്യപ്പാട്ടിൻ്റെ അടുത്തൊരു ഹായും പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട്. ഈ കാലത്ത് സമൂഹത്തിൽ വില വേണം പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ കാശ് വേണം, കാറ് വേണം, ഐഫോൺ വേണം. ഇതൊന്നും ഇല്ലാത്തവന് ഈ ലോകത്ത് ഒരു വിലയും ഉണ്ടാവില്ല.